ദിലീപ് കുമാർ, നമ്മുടെ മുകേഷ് അവതരിപ്പിച്ച പരിപാടി ഡീൽ ഓർ നോ ഡീൽ അല്ലാതെ മറ്റെന്തെങ്കിലും കഥ കയ്യിലുണ്ടോ ഈ കാര്യമായി ബന്ധപ്പെട്ട്? ഡീലിന്റെ കഥ അല്ല, ഈ ഡീലിന്റെ കഥ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം അത് വിശദമായി ചർച്ച ചെയ്തു. പുതിയ കഥ എന്തെങ്കിലും കിട്ടി? അതായത് കേരളത്തിലെ ഈ ഡീലുമായി ബന്ധപ്പെട്ടുള്ള വലിയ കഥ കോലീബി സഖ്യം തന്നെയാണ് 91-ലെ. അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടവർ തന്നെ അവരുടെ ആത്മകഥകളിലൊക്കെ ഈ കാര്യം എഴുതുകയും ചെയ്തിരുന്നു. കെ ജി മാരാരെ കുറിച്ച് മാധ്യമപ്രവർത്തകനായ കെ കുഞ്ഞിക്കണ്ണൻ എഴുതിയ പുസ്തകത്തിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നു. പിന്നീട് ഇതിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് കേരളത്തിൽ ആദ്യമായി കോൺഗ്രസ് ലീഗ് BJP എന്ന് പറയുന്ന ആ കോലീബി സഖ്യത്തിന്റെ പിറവി 91-ലായിരുന്നു. കുറച്ച് BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, പകരം മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കോൺഗ്രസിന് കൊടുക്കാം. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുകയായിരുന്നു. വടകര പാർലമെന്റ് സീറ്റിൽ അഡ്വക്കേറ്റ് M രത്നസിംഗ്, അദ്ദേഹം മുൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു, മുതിർന്ന അഭിഭാഷകനായിരുന്നു, അദ്ദേഹത്തെ പിന്തുണയ്ക്കുക. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഡോക്ടർ VK മാധവൻകുട്ടിയെ പിന്തുണയ്ക്കുക. ഇതായിരുന്നു അന്നത്തെ കരാർ. ഇതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് കെ ജി മാരാർ, തിരുവനന്തപുരം ഈസ്റ്റിൽ കെ രാമൻപിള്ള, തിരുവനന്തപുരം ലോക്സഭയിൽ O രാജഗോപാൽ എന്നിവരെയും വിജയിപ്പിക്കുക എന്ന കരാറായിരുന്നു. പക്ഷേ ബേപ്പൂരിലൊഴിച്ച് മറ്റെല്ലായിടത്തും ഇത് പാളി. ബേപ്പൂരിൽ മാത്രം ലീഗിൻ്റെ കുറച്ച് വോട്ട് കിട്ടിയെന്ന് ഡോക്ടർ VK മാധവൻകുട്ടി പിന്നീട് പറഞ്ഞു. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തില്ല. BJPയുടെ വോട്ടാകട്ടെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അന്ന് ലഭിക്കുകയും ചെയ്തു എന്നാണ് ഈ ആത്മകഥയിലൊക്കെ നേതാക്കൾ പറഞ്ഞു. കോലീബി സഖ്യം അന്ന് പൊളിഞ്ഞു. ഇനി മേലിൽ ഇങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കാതെ, അതും ഉറപ്പ് പരസ്യപ്പെടുത്താതെ ഒരു കരാറിൽ ഒരു ധാരണ ഇനി വേണ്ട എന്ന് അന്ന് സംസ്ഥാന BJP നേതൃത്വം തീരുമാനിച്ചു. പുതുതായി എന്ന് BJPയുടെ സംഘടനാ ചുമതലയിലേക്ക് വന്ന PP മുകുന്ദനായിരുന്നു അന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തെ. അപ്പോൾ അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തെ കൊണ്ടൊക്കെ ഇക്കാര്യത്തിൽ അന്ന് ഗോവിന്ദാചാര്യയെ കൊണ്ട് ഇത് അനുമതി വാങ്ങിയെടുക്കുന്നത് O രാജഗോപാലായിരുന്നു എന്നൊക്കെ PP മുകുന്ദൻ പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അതായിരുന്നു സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു ധാരണയായി പിന്നീട് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.